വിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ ചിലവഴിക്കുന്ന തുക നവകേരള നിർമ്മിതിക്കായുള്ള മൂലധന നിക്ഷേപം. മന്ത്രി കെ രാജൻ. വിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ ചിലവഴിക്കുന്ന തുകയെ ഒരു സാധാരണ ചിലവായി കാണാൻ കഴിയില്ലെന്നും അത് നവകേരള നിർമ്മിതിക്കായുള്ള മൂലധന നിക്ഷേപമായാണ് കരുതേണ്ടതെന്നും റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ. കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം എംഎൽഎ വി.ആർ. സുനിൽകുമാറിന്റെ ആഭിമുഖ്യത്തിലുള്ള മികവ് 2025 വിദ്യാഭ്യാസ പ്രതിഭാ പുരസ്കാര സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. SSLC, +2, THSLC, VHSE, CBSE, ICSE പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+, A1 നേടിയ 995 വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര സമർപ്പണമാണ് ചടങ്ങിൽ നടന്നത്. വി.ആർ. സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബെന്നി ബെഹനാൻ MP, രാജ്യസഭാ MP പി. സുനീർ എന്നിവർ മുഖ്യാതിഥികളായി. സംഘാടക സമിതി ജനറൽ കൺവീനർ KV. വസന്ത് കുമാർ, ട്രഷറർ സുരേഷ് KK, ചെയർമാൻ PK. ഡേവിസ് മാസ്റ്റർ, കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ TK. ഗീത, മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ്, പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബോബി, അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV. വിനോദ്, കൂഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ, വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ ഷാജി, തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ബാലകൃഷ്ണൻ PM, കാർമൽ കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ റിനി റാഫേൽ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു.